വിദ്യാർത്ഥികളെ, അറബിയിൽ 100-ൽ 100 മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് ഞാനും നിങ്ങളും. അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഡൗൺലോഡ് ആവുന്നില്ല. അതുകൊണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് എസ്എ ക്വസ്റ്റ്യനാണ്. ഇതുവരെ ചോദിച്ച എല്ലാ എസ്എ ചോദ്യങ്ങളും ഇതിലുണ്ട്. നന്നായി പഠിക്കുക. നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അഇദ്ദ ഫിക്റതൻ ബസീതതൻ അൻ വസാലി റിഫ്അത്തിൽ ഉമ്മത്തി അല അസാസിൻ നിഖാത്തിൽ താലിയ. താഴെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനമാക്കി രാജ്യത്തിൻ്റെ ഉന്നമനത്തിനുള്ള മാർഗങ്ങൾ, രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഉന്നമനത്തിനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. ഇതൊക്കെ പോയിന്റ് കൊടുത്തിട്ടുള്ളത്. മുഹിമ്മദ് ഷബാബ്, യുവാക്കളുടെ ദൗത്യം. അൽ കലാമുൽ ഹുർ, സംസാര സ്വാതന്ത്ര്യം. ദൗറുൽ കുത്താബ്, പുസ്തകങ്ങളുടെ പങ്ക്. ഹിമായത്ത് സിറാഅത്തി വൽ മുസാരി, കൃഷിയും കർഷകരെയും സംരക്ഷിക്കൽ. അൽ ഖുവ വത്തക്കാത്തുഫ്, സാഹോദര്യവും ഐക്യദാർഢ്യവും. നോക്കാം. ഫിദാഉൽ ലിൽ വത്തൻ, ഇത് എഴുതിയത് ആരാണ്? ഇബ്രാഹിം നാജി എന്നവരാണ്. രാഷ്ട്രത്തിന് സമർപ്പണം എന്നാണ് അതിൻ്റെ അർത്ഥം. രാഷ്ട്രത്തിന് സമർപ്പണം അല്ലെങ്കിൽ മാതൃരാജ്യത്തിന് മോചനം. നോക്കാം. ഫിദാഉൽ ലിൽ വത്തൻ, ഇത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അർത്ഥം പഠിക്കേണ്ടതില്ല. നിങ്ങൾ എക്സാമായി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമില്ലാത്തവർ പെട്ടെന്ന് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്തിട്ട് പോവട്ടാ. സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക, അത്രമാത്രം മതി ശരിക്കും പറഞ്ഞു. ഫിദാഉൽ ലിൽ വത്തൻ മൻദൂമുൻ ലിശ്ശാഇറിൽ മിസ്രി ഇബ്രാഹിം നാജി. ഇബ്രാഹിം നാജി എന്ന ഈജിപ്ത്യൻ കവിയുടെ ഒരു കവിതയാണ് ഫിദാഉൽ ലിൽ വത്തൻ എന്ന കവിത. യുബയ്യിനു ഷാഇറു ഫീഹി ബഅദൽ വസാഇലിൽ മുസാഅദതി ലിരിഫഅത്തിൽ ഉമ്മ. യുബയ്യിനു ഷാഇർ, കവി വ്യക്തമാക്കുന്നു. ഇതിൽ കവി വ്യക്തമാക്കുന്നു. എന്താ വ്യക്തമാക്കുന്നത്? ബഅദൽ വസാഇലിൽ മുസാഅദതി ലിരിഫഅത്തിൽ ഉമ്മ, രാഷ്ട്രത്തെ ഉയർത്താൻ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് കവി വ്യക്തമാക്കുന്നു. യുനാദി ഷാഇറു അശബാബ, ഷാഇർ ആഹ്വാനം ചെയ്യുന്നു, വിളിച്ചു പറയുന്നു. അശബാബ, ആരോട്? യുവാക്കളോട്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇലൽ യഖളത്തി, ഉണർവിലേക്ക്. വൽ ഖിയാമി ബി ഇസാലത്തി മശഖാത്തിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും കവി ആഹ്വാനം ചെയ്യുന്നു. ലിഅന്നഹും, തീർച്ചയായും അവർ എന്ന് പറഞ്ഞാൽ യുവാക്കൾ. അഗ്ല വഅഖ്വ സർവത്തുൽ ബിലാദി, രാജ്യത്തിൻ്റെ ഏറ്റവും വിലയേറിയതും ശക്തവുമായ സമ്പത്താണ്. വയുഹദ്ദിലുഹും, അവരെ പ്രേരിപ്പിക്കുന്നു. അലാ കിഫാഹി ലിഇസ്സത്തിൽ വതനി വൽ മുവാത്തിനീന, രാജ്യത്തെയും രാജ്യത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ലിൽ കുത്താബി വസ്സിഹാഫിയീന ദൗറുൻ മുഹിമ്മുൻ ഫി ബിനാഇൽ ജീലിൽ ഖാദിം, വരും തലമുറയെ കെട്ടിപ്പടുക്കുന്നതിൽ എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും പ്രധാനപ്പെട്ട പങ്കുണ്ട്. ദൗറുൻ മുഹിമ്മുൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ആർക്കൊക്കെ? എഴുത്തുകാർക്കും കുത്താബീങ്ങൾക്കും വസിഹാഫിയീന, പത്രപ്രവർത്തകർക്കൊക്കെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ജിൽ ഖാദി എന്ന് പറഞ്ഞാൽ വരും തലമുറ. വയഖുലു ഐലൻ, അദ്ദേഹം വീണ്ടും പറയുന്നു. വാജിബുൻ അലാ ജമീഇൽ മുവാത്തിനീന ഹിമായത്തു സിറാഅത്തി വൽ മുസാരിഇന ഫിൽ വതനി, അതായത് രാജ്യത്തെ കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കേണ്ടത് എല്ലാ പൗരന്മാരുടെയും കടമയാണ്, അല്ലെങ്കിൽ എല്ലാ രാജ്യത്ത് താമസിക്കുന്നവരുടെയും കടമയാണ് എന്ന് അദ്ദേഹം പറയുന്നു. വഹാദാ ലാ യസ്തതിഉ ഇല്ലാ ബിൽ ഉഖുവത്തി വത്തകാതുഫി,
ഇത് സാഹോദര്യത്തിലൂടെയും ഐക്യദാർഢ്യത്തിലൂടെയും അല്ലാതെ സാധ്യമല്ല. ഇതർത്ഥം പറയുന്നത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്തവർ അർത്ഥം കേൾക്കേണ്ടതില്ല. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഴ്ദ മുദക്കിറത്തിന് ഇസ്തിഹ്സാനിയ, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഹനിൽ ഹിക്കായ ഹലാവത്തുൽ ഉമൂമ, മാതൃത്വത്തിൻ്റെ മാധുര്യം എന്ന വിഷയത്തെക്കുറിച്ച്, ഉമ്മമാരുടെ മാധുര്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു അഭിനന്ദനക്കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇത് പഠിച്ചു വച്ചാൽ നിങ്ങൾക്ക് ആ തകർന്ന് വീണ കുട്ടിയുടെയും അമ്മയുടെയും കഥയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി തൽക്കാലം. നോക്കാം എന്താണ് ഹലാവത്തുൽ ഉമൂമ ഖിസ്സത്തു ഉമ്മിൻ മിസാലിയൻ ലിൽ ഹനാൻ. മാതൃത്വത്തിൻ്റെ മാധുര്യം എന്നത് ഒരു ഉമ്മയുടെ കഥയാണ്. ഖിസ്സത്തു ഉമ്മിൻ മിസാലിയത്തിൻ ലിൽ ഹനാൻ, ആർദ്രതയ്ക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ സ്നേഹത്തിന് അനുയോജ്യമായിട്ടുള്ള മാതൃകയായിട്ടുള്ള ഒരു ഉമ്മയുടെ കഥയാണ്. അഹബ്ബത്ത് തിഫ്ലഹ, അവൾ തൻ്റെ കുട്ടിയെ സ്നേഹിച്ചു. വ ആസറഹോ മിൻ നഫ്സിഹ വ ഹയാത്തിഹ, അവൻ തന്നെയും അവളുടെ ജീവനെയും വിലമതിച്ചു എന്ന് അവർ വിശ്വസിച്ചു. നഹാറുൽ ബൈത്ത് ബിസിൽസാലിൻ ഷദീദിൻ വസഖത്ത് സഖ്ഫ അലൈഹ വതിഫ്ലിഹ, ശക്തമായ ഭൂകമ്പത്തിൽ വീട് തകർന്നു. സിൽസാൽ എന്ന് പറഞ്ഞാൽ ഭൂകമ്പം, ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഭൂകമ്പത്തിൽ വീട് തകർന്നു. മേൽക്കൂര അവളുടെയും അവളുടെ കുട്ടിയുടെ മേൽ വീണു. വസഖത്ത എന്ന് പറഞ്ഞാൽ വീഴുക, അസ്സഖഫു മേൽക്കൂര, അലേഹ അവളുടെ മേലും, വതിഫ്ലിഹ അവളുടെ കുട്ടിയുടെ മേലും. അൽ മുൻസിലുൽ മുൻഹാറു ഹതമലഹറഹ, തകർന്ന വീട് അവളുടെ പുറം തകർത്തു കളഞ്ഞു. ഹാവലത്തുൽ ഇത്തിസാലി ബിരിജാലിൽ ഇൻഖാദി അബറൽ ജവ്വാലി ലിൽ മുസാഅദത്തി ലിഇൻഖാദി വലദിഹ വയ്യാഹ, അവളെയും അവളുടെ കുട്ടിയെയും രക്ഷിക്കാൻ വേണ്ടി, സഹായത്തിന് വേണ്ടി ഫോൺ മുഖേന റെസ്ക്യൂ ടീമിനെ ബന്ധപ്പെടാൻ അവൾ ശ്രമിച്ചു. ഇൻഖാദ് എന്ന് പറഞ്ഞാൽ ബിരിജാലിൽ ഇൻഖാദ് എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ടീം, അബറൽ ജവ്വാൽ എന്ന് പറഞ്ഞാൽ ഫോൺ മുഖേന. ഓക്കെ, കാന മിനൽ വാലിഹി മിൻ വലഇ ജുസ്സതിഹ അന്നഹ ഖാമത്ത് ബി അഖ്സ തലഹിയ്യത്തിൻ ലിഹിമായത്തി ബിനിഹ, തൻ്റെ മകനെ സംരക്ഷിക്കാൻ അവൾ വളരെയധികം ത്യാഗം ചെയ്തുവെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലഫത്ത് ഹോഫി ബത്താനിയത്തിൻ വത്തബഅത്ത് ഖബല മൗതിഹ, മരണത്തിന് മുമ്പ് അവൾ അവനെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് മരണത്തിന് മുമ്പ് അലാശാശത്തിൽ ജവ്വാലി ഫോണിൻ്റെ സ്ക്രീനിൽ റിസാലത്തുൻ നസിയ്യ ഒരു വാചക സന്ദേശം ടൈപ്പ് ചെയ്തു. എന്താണ് ആ സന്ദേശം? എന്താണൊരു സന്ദേശം ടൈപ്പ് ചെയ്തത്? മരണത്തിന് മുമ്പ്, ഇരിയുടെ മരണത്തിന് മുമ്പ് ആ സ്ത്രീയായിട്ടുള്ള വ്യക്തി മൊബൈലിൻ്റെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത കാര്യം എന്താ? ലൗ ഖുദ്ദിറത ലകൽ ഹയാത്തു ഫലാ ബുദ്ദ അൻ തദക്കറ അന്നനി ഉഹിബ്ബുക്. ലൗ ഖുദ്ദിറത ലകൽ ഹയാത്തു, നിനക്ക് ജീവിതമാണ് കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിൽ, നിനക്ക് ജീവിതം കണക്കാക്കപ്പെട്ടുവെങ്കിൽ, ഫലാബുദ്ധ അത്യാവശ്യമാണ്, അൻതതക്കറ നീ ഓർക്കൽ, അന്നനി തീർച്ചയായും ഞാൻ, ഒഹിബുക്ക നിന്നെ ഇഷ്ടം വെച്ചു എന്ന് നീ ഓർക്കണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ഓർക്കണം എന്ന ആ മൊബൈലിൻ്റെ സ്ക്രീനിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഹലാവത്തിൽ ഉമൂമയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും ഇത് എഴുതാം. സിമ്പിളാണ്, ഒരു 5-6 വരിയുള്ളൂ അല്ലേ. ഹുക്കൂക്കുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ അവകാശങ്ങൾ എന്ന ഒരു പാരഗ്രാഫ് എഴുതാനാണ്. താഴെ ചില പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹുക്കൂക്കുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള കടമകൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അവകാശങ്ങൾ എന്നതിനെക്കുറിച്ച് എഴുതാനുള്ളത് നോക്കാം.
അൽ ഇൻസാനു ഹയവാനുൻ ഇജ്തിമാഇയ്യുൻ, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഫലഹു ഹുഖൂഖുൻ കസീറത്തുൻ, അവന് ധാരാളം അവകാശങ്ങളുണ്ട്. വമിനൽ ഹുഖൂഖിൽ മുഹിമ്മത്തില്ലത്തി യജിബു അലൽ മർഇ ബിഖിയാമിഹ ഹിയ ഹുഖൂഖുൽ വാലിദൈൻ, ഒരു വ്യക്തി നിറവേറ്റേണ്ട പ്രധാന അവകാശങ്ങളിലൊന്നാണ് മാതാപിതാക്കളോടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള കടമകൾ. ഫി ഖൗലിഹി, അള്ളാഹുവിൻ്റെ ഖൗലുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ഖൗല്. ഇന്നൽ വാലിദൈനി യഖ്ലിയാനി ഹയാതുഹുമാ ലി അജ്ലി റാഹത്തി അബ്നാഇഹിം, തീർച്ചയായും മാതാപിതാക്കൾ യഖ്ലിയാനി അവർ ചെലവഴിക്കുന്നു ഹയാതുഹുമാ അവരുടെ ജീവിതം ലി അജ്ലി റാഹത്തി അബ്നാഇഹിം അവരുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി, വലിസദ്ദി ഹവായിജിഹിം അവരുടെ ഹവായിജ് ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടി എന്ത് ചെയ്യുന്നു? രാവും പകലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ജീവിതം ചെലവഴിക്കുന്നു. വലിസദ്ദി ഹവായിജിഹിം ലൈലൻ വനഹാറൻ, രാവും പകലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ചെലവഴിക്കുന്നു. തൂൽ ഹയാത്ത് അവരുടെ ജീവിതകാലം മുഴുവൻ. ഫവാജിബുൻ, അപ്പോൾ നിർബന്ധമാണ്, അലൽ അബ്നാഇ മക്കളുടെ മേൽ നിർബന്ധമാണ്. എന്താ നിർബന്ധം? അവരെ അനുസരിക്കുകയും ദയ കാണിക്കുകയും ദയയോടുകൂടി അവരോട് പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അല്ലേ. മുസാഹബത്തുഹുമാ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ എന്ത് ചെയ്യുക? അവരോട് പെരുമാറുക. വൽ ബിർറു ഇലൈഹിമ എന്ന് പറഞ്ഞാൽ അവരിലേക്ക് ഗുണം ചെയ്യുക അല്ലേ. ഈ താഅത്തുഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരെയും അനുസരിക്കുക. അപ്പോൾ ഫവാജിബുൻ നിർബന്ധമാണ് അലൽ അബ്നാഇ മക്കളുടെ മേൽ ഈ താഅത്തുഹുമ അവർ രണ്ടുപേരെയും അനുസരിക്കൽ, വൽ ബിർറു ഇലൈഹിമ അവരിലേക്ക് രണ്ടുപേരിലേക്കും ഗുണം ചെയ്യൽ, മുസാഹബത്തുഹുമാ ബിമഅറൂഫ് നല്ല കാര്യങ്ങൾ കൊണ്ട് അവരോട് സഹവസിക്കൽ. വാഷാ റസൂൽ ഫി ഖൗലിഹി, അള്ളാഹുവിൻ്റെ റസൂലായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ഖൗല് നോക്കാം. റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി, അള്ളാഹുവിൻ്റെ തൃപ്തി എന്നുള്ളത് ഫീ റിളൽ വാലിദൈനി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസുഖ്തുല്ലാഹി അള്ളാഹുവിൻ്റെ കോപം എന്നത് ഫി സുഖ്തിൽ വാലിദൈനി മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഫവാജിബുൻ അലൈന, അപ്പോൾ നമുക്ക് നിർബന്ധമാണ് അന്നഖൂമ ബിഹുഖ്ഖിഹിമ ഹഖൽ ഖിയാമി അവരുടെ അവകാശങ്ങൾ കൃത്യമായി നിറവേറ്റേണ്ടതുപോലെ നിറവേറ്റൽ നമുക്ക് നിർബന്ധമാണ്. ഇതർത്ഥം ആവശ്യമുള്ളവർ നോക്കിയാൽ മതി, ഇത് പഠിച്ചു വെക്കട്ടാ. ഹുഖൂഖുൽ വാലിദൈൻ. ഈ ചോദ്യം മുക്കാലമത്തുൽ ഫായിത്ത മിസ്ഡ് കോൾ എന്ന മസ്രഹിയ നാടകവുമായി ബന്ധപ്പെട്ട ആസ്വാദനക്കുറിപ്പ് മുദക്കിറത്തുൻ ഇസ്തിഹ്സാനിയെ തയ്യാറാക്കാനാണ്. പ്രധാനപ്പെട്ടതാണ്. ആദിഹി തംസീലിയത്തുൻ ഖസീറത്തുൻ ജമീലത്തുൻ ഫി മൗലൂഇ മുക്കാലമത്തിൻ ഹാത്തിഫിയ. ഹാദിഹി ഇത് തംസീലിയത്തുൻ നാടകമാണ്. അപ്പോൾ മസ്രഹിയത്തിൻ്റെ മറ്റൊരു പേരാണ് തംസീലിയത്തുൻ. തംസീലത്ത് എന്ന് പറഞ്ഞാൽ നാടകമാണ്. ഖസീറത്തുൻ ചെറിയ, ജമീലത്തുൻ സുന്ദരമായ, ഫി മൗലൂഇ മുക്കാലമത്തിൻ ഹാത്തിഫിയ മിസ്ഡ് കോൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ നാടകമാണ്. ഇങ്ങനെ ഓരോ പാദ അർത്ഥം വെക്കണ്ടല്ലോ, നമുക്ക് നേരെ നോക്കാം കേട്ടോ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഉയർന്ന സ്ഥാനമുണ്ടെന്ന് നമുക്കറിയാം. നഹ്നു നദ്രി നമുക്കറിയാം. അങ്ങനെ അർത്ഥം വെക്കണോ? വേണ്ട, നോക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഉയർന്ന സ്ഥാനമുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ഗുണങ്ങൾ പലതും നിഷേധിക്കാനാവാത്തതുമാണെന്ന് നമുക്കറിയാം. നാം അതിൽ നിന്ന് നമ്മെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് അഴിമതിക്കാരുടെ കണികളിൽ നിന്നും കുബുദ്ധികളുടെ വഞ്ചനകളിൽ നിന്നും ജാഗ്രത പാലിക്കാൻ വായനക്കാരെ നയിക്കുന്നു. ഒരു മിസ്ഡ് കോളിലൂടെ അല്ലെങ്കിൽ ഒരു മിസ്ഡ് ഫോൺ കോളിലൂടെ തന്ത്രപരമായ കണിയിൽ വീണ ഒരു 16-കാരിയെയാണ് ഈ മസ്രഹിയയിൽ ഈ നാടകത്തിൽ നാം കാണുന്നത്. ഒരു ദിവസം അവൾ വീട് വിട്ടിറങ്ങി മാതാപിതാക്കളെ ഉപേക്ഷിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതുവരെ കാമുകനെ അന്വേഷിച്ചു. കാമുകൻ അവൻ്റെ പെരുമാറ്റത്തിൽ കൗശലക്കാരനും നുണയനുമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെ പ്രണയിച്ചു. അതിനാൽ ഞാൻ അഭയം പ്രാപിച്ചു. അല്ലെങ്കിൽ വളരെ ഖേദമായിട്ട് അവൾ എന്ത് ചെയ്തു? ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ അവളെ സഹായിക്കുകയും ദുരന്തത്തിൽ നിന്ന് അവളെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ പെൺകുട്ടി തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു.
അപ്പോൾ ഇത് ആധുനിക മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നമുക്ക് ചുറ്റും നടക്കുന്നൊരു സംഭവവികാസമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കണേ, എക്സാമിനുണ്ടാവും. അർത്ഥമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്ത് ചെയ്താലും വേണ്ടിയില്ല, പഠിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട എസ്സേ ആണ് തതവ്വുറു തഖ്നിയ്യത്തുൽ ഇഅ്ലാമിയ്യ വആസാറുഹ ഫിൽ മുജ്തമഇ. മാധ്യമ സാങ്കേതിക വിദ്യയുടെ പരിണാമവും സമൂഹത്തിലെ അതിൻ്റെ സ്വാധീനവും. നമ്മുടെ പുതിയ പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് ഇത് തുടങ്ങുന്നത്. അൽ ഇൻസാനു ഹയവാൻ ഇജ്തിമാഇയ്യുൻ, മനുഷ്യൻ എന്നുള്ളത് ഒരു സാമൂഹ്യ ജീവിയാണ്. യഈശുൽ ഇൻസാനു ഫിൽ മുജ്തമഇ, മനുഷ്യന് ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു 5-6 പദങ്ങളേ ഉള്ളൂ, 5-6 വാക്യങ്ങളേ ഉള്ളൂ, സെൻറ്റൻസുകളേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. ലാസ്റ്റ് എങ്ങനെ അവസാനിപ്പിക്കുന്ന ഫഅലന അൻ നസ്തഫീദ മിൻ മഹാസിന ഹാദിഹിൽ അജ്ഹിസ വൻ നതബഅദ മിൻ മഫാസിദിഹ. ഇതുപോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും അവയുടെ ദോഷങ്ങളിൽ നിന്ന് സ്വയം അകന്നിരിക്കുകയും ചെയ്യുക. അതായത് കമ്പ്യൂട്ടർ, മൊബൈൽ, നമ്മുടെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ജവ്വാൽ, ഹാസൂബ് അല്ലെ, മൊബൈൽ, ഹാസൂബ് പറഞ്ഞ കമ്പ്യൂട്ടർ, ഇതേപോലെയുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് കേട്ടോ. പഠിച്ചു വെക്കുക. അത് ഇനി അർത്ഥം പറഞ്ഞ സമയം കളയുന്നില്ല. ഏതെങ്കിലും അർത്ഥം അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കും വേണം. അസ്സിഹത്തു വനമത്തുൽ ഹയാത്ത്, ആരോഗ്യവും ജീവിതശൈലികളും. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു എസ്സെയാണ് ചോദിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ ഭാഗം എഴുതി വെച്ചാലും മതി. ഈ സിഹത്ത്, ആരോഗ്യത്തെക്കുറിച്ച് ട്രാൻസ്ലേഷൻ ചെയ്യാനുണ്ടാവും അറബിയിലേക്ക്, അല്ലെങ്കിൽ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാവും. അത് ശരിക്കും പഠിച്ചു വെക്കണം. മാത്രമല്ല ഈ കാര്യം പഠിച്ചു വെക്കണം. ഇതിന് തുടക്കം തന്നെ അസ്സിഹത്ത് നിഅമത്തും മിൻ നിഅമില്ലാഹി തബാറക വതആല, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളതെന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാചകങ്ങളാണ്. ഇത് കാണാതെ പഠിക്കണേ. ഇതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മുദക്കറത്തിന് ഇസ്തിഹ്സാനി ആസ്വാദനക്കുറിപ്പ്. കം തഷ്തക്കി എന്ന വിഷയത്തെക്കുറിച്ചുള്ള, എന്ന മൻലൂബിനെ കുറിച്ചുള്ള, എന്ന കവിതയെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. ഇത് ഇതേപോലെ കാണാതെ പഠിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. കം തഷ്തക്കി മൻലൂമുൻ ജമീലുൻ ലിശ്ശാരിൽ മഷ്ഹൂർ ലുബ്നാനി ഇലി അബിമാലി. അബിമാലി എന്ന ലബ്നാൻകാരനായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കവിയുടെ രചനയാണ് കം തഷ്തക്കി എന്നുള്ളത്. ഫി ഹാദൽ മൻലൂമി, ഈ കവിതയിൽ യുഖാതിബു ഷാഇറു, ഈ ഷാഇർ കവി ആരോട് പറയുന്നു? ലിൻസാന, മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഏതൊരു ആസ്വാദനക്കുറിപ്പും എഴുതേണ്ടത് കേട്ടോ. ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു മോഡലാണ്. ഇതിലെ ഏറ്റവും ആസ്വാദനക്കുറിപ്പിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? കം തഷ്തക്കി എന്നുള്ള പാഠത്തിൻ്റെ ആസ്വാദനക്കുറിപ്പും മുദക്കറത്തിന് ഇസ്തിഹ്സാനിയും, അതേപോലെ പിന്നെ ഏതാണ് പ്രധാനപ്പെട്ടത്? ഹനി അല്ലക്കും എന്നതിൻ്റെ ആസ്വാദനക്കുറിപ്പ്, ഇതാണ് പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യമാണ് അൽ മാവു അസാസുൽ ഹയാത്ത്, വെള്ളത്തെക്കുറിച്ചൊരു ചോദ്യം. ജീവിതത്തിൻ്റെ അടിത്തറയാണ് അൽ മാവു അസാസുൽ ഹയാത്ത്. അൽ മാവു നിഅമത്തും മിൻ നിഅമില്ലാഹിൽ കുബ്ര, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. അൽ മാവു മിൻ ളുറൂറിയാത്തിൽ ഇൻസാനുൽ ഹയവാനാത്തി വത്തയ്യൂരി വന്നബാതാത്തി വഗൈരിഹാ, ഈ വെള്ളം എന്നുള്ളത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം അത്യാവശ്യമാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നിട്ട് അതിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് റസൂലുള്ളാഹിൻ്റെ ഹദീസ് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വചനം പറയുന്നുണ്ട്, ലൗ നശാഉ ജഅൽനാഹു ജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം വിചാരിച്ചിരുന്നുവെങ്കിൽ എന്താക്കുമായിരുന്നു? ഉപ്പുവെള്ളമാക്കുമായിരുന്നു. ഉജാജ് മീൻസ് മിലഹ്, ഉപ്പാക്കുമായിരുന്നു. പിന്നെ അതേപോലെ റസൂലുള്ളാഹിൻ്റെ ഒരു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഫ ഫി ഇസ്തിഖ്ദാൽ മായി, വെള്ളം ഉപയോഗിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഫിനെ നിരോധിച്ചു. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധാരാളം അമിതമാക്കുക, വെള്ളം ധാരാളം ചെലവഴിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു എന്നുള്ള ആ ഹദീസ് കൂടി വന്നിട്ടുണ്ട്. നോക്കാം. ഇപ്പോൾ ഇതെന്ത് ചെയ്യുക? പഠിച്ചു വെക്കണേ. ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ചാപ്റ്ററിൽ നല്ല അറബിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹനി അല്ലക്കും എന്നതിൻ്റെ മുദക്കറത്തിന് ഇസ്തിഹ്സാനിയ. ഹനി അല്ലക്കും മൻലൂമുൻ ജമീലുൻ ബസീത്തുൻ ലിശ്ശാഇൽ മഷ്ഹൂർ ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഷാഇറിൻ്റെ സുന്ദരമായിട്ടുള്ളൊരു മൻലൂമാണ് ഹനി അല്ലക്കും എന്നുള്ള കവിത. യുഖാതിബു ഷാഇർ അബ്നാഅ വതനിഹി
ഈ രാജ്യത്തിൻ്റെ മക്കളോട് അദ്ദേഹം അഭിസംബോധനം ചെയ്യുന്നു. വിമുനാസവത്തിൽ ആമിൽ ജദീദ്, പുതുവർഷത്തോടനുബന്ധിച്ച് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിതയാണിത്. കവിതയുടെ ആസ്വാദനക്കുറിപ്പാണിത്. പഠിച്ചു വെക്കുക. ഈ ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അസ്സവാജു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ വിവാഹം എന്നതിനെക്കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ്. അസ്സവാജ് അമ്രുൻ മുഹിമുൻ ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യ ജീവിതത്തിൽ വിവാഹം എന്നുള്ളത് മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലിഅന്നൽ ഉസ്റത്തൽ ജദീദ തബ്ദഉ ബിസ്സവാജി വന്നാസു കുല്ലുഹും യർജൂന ബിഹി ഹയാത്തൻ സക്കീനത സഈദത്തൻ, എല്ലാ ജനങ്ങളും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവർ വിവാഹത്തോടു കൂടി പുതിയൊരു ജീവിതം തുടങ്ങുന്നു അല്ലേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പിന്നെ എസ്സേ ആണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. തുൻകഹൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വിവാഹം ചെയ്യുന്നത്. എന്തിനൊക്കെ? ലിമാലിഹാവുടെ ധനത്തിന് വേണ്ടി, ഒരു ജമാലിഹാവുടെ സൗന്ദര്യത്തിന് വേണ്ടി, ഒരു ഹസബിഹാവുടെ തറവാടിത്തത്തിന് വേണ്ടി, ഒരു ദീനിഹാവുടെ ദീനിന് വേണ്ടി. ഫൗഫർ ബിദാത്തി ദീൻ, അപ്പോൾ നീ ദീനുള്ളവരെ തിരഞ്ഞെടുത്തോ അല്ലേ. എന്നിട്ട് പറയുന്നത് ഫിഹാദൽ ഹദീസ് യുബൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ആദാബി സവാജി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വ്യക്തമാക്കി തരികയാണ് വിവാഹത്തിൻ്റെ മര്യാദകളെ തൊട്ട്. ഫമിന്നാസിമയത്തുൽ ജമാലി, മനുഷ്യരിലുണ്ട് ചിലരെന്ത് ചെയ്യുന്നു? സൗന്ദര്യമുള്ളവരെ തേടുന്നു, അല്ലെങ്കിൽ തറവാടുള്ളവരെ തേടുന്നു, മുതലുള്ളവരെ തേടുന്നു, പക്ഷെ ദീനുള്ളവരെ തേടുന്നില്ല അല്ലേ. ഓമിൻഹും, അവരിലുണ്ട് ചിലർ യതസവ്വജുൽ മർഅത ലിദീനിഹ, ദീനിന് വേണ്ടി കല്യാണം ചെയ്യുന്നവരുണ്ട്. വഖുൽഖിഹ, നല്ല സ്വഭാവമുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നവരുണ്ട് അല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദീനുള്ള പെണ്ണിനെ നീ എന്ത് ചെയ്തോ? കല്യാണം കഴിച്ചോ. ഇതൊക്കെ പറയുന്ന ഒരു പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. എഴുതുക, പഠിക്കുക. ഈ ചോദ്യം 2 രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ഫതഅല്ലമു ഫൽ ഇൽമു മിഫ്താഹുൽ ഉല, ഫതഅല്ലമു, നിങ്ങൾ ഇൽമ പഠിക്കുക. ഫൽ ഇൽമു എന്നുള്ളത് മിഫ്താഹുൽ ഉല, ഔന്നിത്യത്തിൻ്റെ ഉയർച്ചയുടെ താക്കോലാണ്, വാതിലുകളാണ് അല്ലേ. അങ്ങനെയുള്ള ഈ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇൽമു അൽ അസാസുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഇൽമു എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ അൽ ഇൽമു അസാസു കുല്ലി നജാഹിൻ വ സആദത്തിൻ, എല്ലാ വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒക്കെ അടിത്തറയാണ് ഇൽമു അല്ലേ എന്നുള്ള ഈ സംഭവങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ. അപ്പോൾ 16 മാർക്കിനുള്ള ചോദ്യമാണ്. എസ് എ വരെ 8 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ. അത് എഴുതാതിരിക്കരുത്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പഠിച്ചോ. പിന്നീട് നിങ്ങൾക്കൊരു അവസരം ഉണ്ടാവില്ല മാർക്ക് കൂടാനുള്ള. നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. ഓക്കെ, താങ്ക് യു.